ഇന്ന് താടിയുള്ളവനും തടമ്പുള്ളവനും പ്രസംഗിക്കുന്നവനും ഇമാമായി നിൽക്കുന്നവനും ഈ ശരീരത്തിൽ ഇപ്പൊ കയ്യിൽ തസ്ബീഹ് പിടിച്ചുകൊണ്ട് അല്ലാഹുവേ ദിക്ർ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഉമ്മയുണ്ടല്ലോ. നമ്മളെല്ലാവരും ജീവിതത്തിൽ പാപം ചെയ്തവരാ. പാപം ചെയ്യാത്ത ഒരു മനുഷ്യനുമില്ലല്ലോ. പടച്ചവനെ ചെയ്തു പോയ പാപങ്ങളുടെ കണക്ക് ചോദിച്ചാൽ പടച്ചവനെ 100 വർഷത്തെ ഒന്നും ചോദിക്കണ്ട. ഇന്ന് രാവിലെ ഉറക്കപ്പായിൽ നിന്ന് എഴുന്നേറ്റത് മുതൽ ഈ നിമിഷം വരെ ചെയ്തതിന്റെ കണക്കെടുക്കാൻ പറ്റുമോ? പടച്ചവനെ കണ്ണുകൊണ്ട് കണ്ടത് പാപമാട്, ചെവി കൊണ്ട് കേട്ടത് പാപമാട്, നാവ് കൊണ്ട് പറഞ്ഞത് പാപമാട്, കൈകൊണ്ട് പിടിച്ചത് പാപമാട്, കാലുകൊണ്ട് നടന്നത് പാപത്തിലേക്കാട്, ഹൃദയം കൊണ്ട് ചിന്തിച്ചത് പോലും പാപമാട്. ഇന്നത്തെ ഒരു ദിവസത്തെ കണക്കെടുക്കാൻ പോലും എന്നെയും നിങ്ങളെയും കൊണ്ട് കഴിയില്ലെങ്കിലോ എന്റെ പ്രിയപ്പെട്ടവരെ, فمن يعمل مثقال ذرة خيرا يره ومن يعمل مثقال ذرة شرا يره. പടച്ചവനെ ഒരു കടുകുമണിയുടെ അളവെങ്കിലും നന്മയാണെങ്കിലും തിന്മയാണെങ്കിലും അതിനുള്ളത് നമ്മൾ അനുഭവിക്കേണ്ടി വരും എന്ന് പരിശുദ്ധമായ ഖുർആൻ ഇവിടുന്ന് പരിചയപ്പെടുത്തുമ്പോ അല്ലാഹുവിന്റെ മലക്കുകൾ ദുആ ചെയ്യുന്ന ഒന്നാമത്തെ വിഭാഗമാരാ? ജീവിതത്തിൽ പറ്റിപ്പോയ പിഴവുകളുണ്ടല്ലോ, അറിഞ്ഞും അറിയാതെയും ഒറ്റയ്ക്കും കൂട്ടമായി രഹസ്യമായി പരസ്യമായി ഞാനും നിങ്ങളും ഈ 30, 30, 40, 50, 60 കൊല്ലമായവരുണ്ടല്ലോ. നിന്റെ ജീവിതത്തിൽ ചെയ്തു പോയ പാപങ്ങളുണ്ടല്ലോ. ആ പാപങ്ങൾ ആരെങ്കിലും ചെയ്തു പോയത് അല്ലാഹുവിന്റെ മുന്നിൽ ഏറ്റു പറഞ്ഞു കഴിഞ്ഞാൽ ജീവിതത്തിൽ പറ്റിപ്പോയ പിഴവുകൾ ഈ ലോകത്തിന്റെ അധിപനായ പടച്ചറപ്പിന്റെ ദർബാറിലേക്ക് ഇരു കരങ്ങൾ ഉയർത്തിയിട്ട് പൊട്ടിക്കരന്നുകൊണ്ട് തൗബ ചെയ്താൽ അല്ലാഹുവിലേക്ക് പശ്ചാത്തപിച്ച് മടങ്ങുന്നവനുണ്ടല്ലോ, അവൻ അല്ലാഹു കൊടുക്കുന്ന പ്രതിഫലമെന്താ? അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ എവിടെന്ന് പറയുകയാണ്, الذين يحملون العرش ومن حوله يسبحون بحمد ربهم ويؤمنون به ويستغفرون للذين آمنوا ربنا وسعت كل شيء رحمة. ജീവിതത്തിൽ പറ്റിപ്പോയ ഒരു പാപം അല്ലാഹുവിന്റെ മുന്നിൽ ഏറ്റു പറഞ്ഞു കഴിഞ്ഞാൽ ആ തൗബ ചെയ്യുന്നവനുണ്ടല്ലോ, ആ പശ്ചാത്തപിക്കുന്നവനുണ്ടല്ലോ. പറ്റിപ്പോയി തമ്പുരാന്, ജീവിതത്തിൽ സംഭവിച്ചു പോയി തമ്പുരാന്, ചെയ്തു പോയ പാപം പടച്ച റബ്ബിനോട് ഏറ്റു പറയുമ്പോ അല്ലാഹുവിന്റെ അർശിന്റെ ഭാഗത്ത് നിൽക്കുന്ന മലക്കുകളുണ്ടല്ലോ, ആ മലക്കുകൾ അല്ലാഹുവിനോട് പറയുകയാ, فاغفر للذين تابوا واتبعوا سبيلك وقهم عذاب الجحيم. നിന്റെ ജീവിതത്തിൽ ചെയ്തു പോയ ഒരു പാപം അല്ലാഹുവിന്റെ മുന്നിൽ ഏറ്റു പറയുമ്പോ എന്റെ പ്രിയപ്പെട്ട പെങ്ങള് മോളെ ദുആ ചെയ്യാൻ പറയുന്നത് വെറുതെയല്ല. ദുആ ചെയ്യാൻ പറയുന്നത് വെറുതെയല്ല. എപ്പോഴും ദുആ ചെയ്യണം. ചോദിക്കുമല്ല ഉസ്താദ്, എന്തിനാ എപ്പോഴും ഇങ്ങനെ ദുആ ചെയ്യുന്നത്? എടാ ചെറുപ്പക്കാരാ, ദുആ ചെയ്താ കിട്ടുന്ന പ്രതിഫലം എന്തെന്നറിയോ? നിന്റെ ശബ്ദം പോലും അല്ലാഹുവിന്റെ മലക്കുകൾക്ക് പരിചയമാ. നിന്റെ ശബ്ദം പോലും അല്ലാഹുവിന്റെ മലക്കുകൾക്ക് പരിചയമാ. നീ ഇവിടെ ഇരുന്നിട്ട് പടച്ചറപ്പിനോട് ദുആ ചെയ്യുമ്പോ അല്ലാഹുവിന്റെ അർശിന്റെ ചുറ്റുഭാഗത്ത് നിൽക്കുന്ന മലക്കുകൾ അല്ലാഹുവിനോട് പറയുകയാണ്, ഇത് സിറാജാണ് ദുആ ചെയ്യുന്നത്, ഇത് അബൂബക്കറാണ് ചെയ്യുന്നത്, ഇത് ആയിഷയാണ് പടച്ചവര്, ഇത് നഫീസയുടെ ശബ്ദമാണ് പടച്ചവര്, ഇത് ഖദീജയാണ് ദുആ ചെയ്യുന്നത്. ഈ ദുആയ നീ സ്വീകരിക്കണേ അല്ലാ, നീ എവിടെന്ന് പുറത്തു കൊടുക്കണേ അല്ലാ. അല്ലാഹുവിന്റെ മലക്കുകൾ പടച്ചവനോട് പറയുകയാണ്, നിന്റെ ദുആ സ്വീകരിക്കാൻ. അതുകൊണ്ടാ പറഞ്ഞത് ദുആ ചെയ്യട്. എന്റെ പ്രിയപ്പെട്ട സഹോദരാ, നീ നിന്റെ ജീവിതത്തിൽ ചെയ്തു പോയ ഒരു പാപം എന്നിവിടെ ഇരുന്ന് പറഞ്ഞാൽ അല്ലാഹുവിന്റെ മലക്കുകൾ പടച്ചവനോട് പറയുന്നു,
പുറത്തു കൊടുക്കണേ അല്ലാ, കരുണ കാണിക്കണേ അല്ലാ. പടച്ചവനെ, നിന്റെ അദാബുകൾ കൊണ്ട് നിറച്ച നരകമുണ്ടല്ലോ, ആ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തണേ അല്ലാ. നിന്റെ അനുഗ്രഹങ്ങൾ കൊണ്ട് നിറച്ച സ്വർഗമുണ്ടല്ലോ പടച്ചവരെ, ഈ തൗബ ചെയ്യുന്നവന് നീ സ്വർഗം കൊടുക്കണേ അല്ലാ. പടച്ചവനോട് ദുആ ചെയ്യുകയാണ്. നിസ്കരിക്കുന്നവന്റെ പ്രതിഫലമല്ല, പള്ളി കെട്ടിക്കൊടുത്തവന്റെ പ്രതിഫലമല്ല, മദ്രസ പണിയാ സ്വർണ്ണം ഊരിക്കൊടുത്ത പെണ്ണിന്റെ പ്രതിഫലമല്ല, പിന്നെ നോമ്പ് പിടിച്ചവരുടെ പ്രതിഫലമല്ല. പിന്നെ ആരെ കുറിച്ചാ പറയുന്നത്? ജീവിതത്തിൽ പറ്റിപ്പോയ ഒരു പിഴവ് പടച്ച റബ്ബിന്റെ മുന്നിൽ ഏറ്റു പറയുമ്പോ അല്ലാഹുവിന്റെ മലക്കുകൾ നിനക്ക് വേണ്ടി ദുആ ചെയ്യുകയാ. അല്ലാഹു നിന്നോട് കരുണ കാണിക്കാൻ, അല്ലാഹു നിന്റെ പാപം പൊറുക്കാൻ, അല്ലാഹു നിന്നെ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്താൻ. അല്ലാഹുവേ, നീ സ്വർഗം കൊടുക്കണേ തമ്പുരാനെ. എന്നിട്ടാ മലക്കുകൾ അല്ലാഹുവിനോട് പറയുകയാ, അല്ലാഹുവിനോട് ആ മലക്കുകൾ പറയുകയാണ്, നാഥാ. എന്നിട്ട് പറയുകയാ, വമന സ്വലഹ മിൻ ആബാഇഹിം വഅസ്വാജിഹിം. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, ജീവിതത്തിൽ കള്ളുകുടിച്ച് വ്യഭിചരിച്ചു എന്തെങ്കിലും ഒരു പാപം ചെയ്തതിന്റെ പേരിൽ നീ അല്ലാഹുവിന്റെ മുന്നിൽ ആത്മാർത്ഥമായി ഇഖ്ലാസോടുകൂടി തൗബ ചെയ്യണമെന്നുള്ള ആഗ്രഹത്തോടെ പശ്ചാത്തപിച്ചു മടങ്ങുമ്പോ, എടാ, നീ സ്വർഗത്തിൽ പോകാൻ അല്ലാഹു നിനക്ക് സ്വർഗം തരുന്നതിന് വേണ്ടി മലക്കുകൾ അവിടുന്ന് ദുആ ചെയ്യുകയാണ്. എന്നിട്ടും അല്ലാഹു പറയുന്നു, ആ മലക്കുകൾ അല്ലാഹുവിനോട് പറയുകയാ, വമന സ്വലഹ മിൻ ആബാഇഹിം. അല്ലാഹുവേ, ഇവന് ജന്മം കൊടുത്ത ഒരു പിതാവുണ്ട് റബ്ബേ, ഇവന് വേണ്ടി ജീവിച്ച ഒരു വാപ്പയുണ്ടല്ലോ, 9.5 മാസക്കാലം ഗർഭം ചുമന്ന് മരണവേദനയുടെ വേദനയും നന്ദി ഇവനെ പോറ്റി വളർത്തി ഇവന്റെ പ്രിയപ്പെട്ട ഉമ്മയുണ്ടല്ലോ. അല്ലാ, ഇവനൊരു വാപ്പയുണ്ട് പടച്ചവര്, ഇവനൊരു ഉമ്മയുണ്ട് പടച്ചവര്. ഇവന് മാത്രം സ്വർഗം കൊടുത്താ പോരാ, ഇവന് മാത്രം കൊടുത്താ പോരാ, ഇവൻ പോകുമ്പോൾ ഇവന്റെ ഉമ്മയ്ക്കും ഉപ്പയ്ക്കും നീ സ്വർഗം കൊടുക്കണേ അല്ലാ. ഇവന്റെ മാതാപിതാക്കൾക്കും നീ സ്വർഗം കൊടുക്കണേ അല്ലാ. എന്നിട്ട് മലക്കുകൾ അല്ലാഹുവോട് പറയുകയാ, നാഥാ, ഇവന്റെ മാതാപിതാക്കൾക്ക് മാത്രമല്ല, ഇവന്റെ ദുഃഖത്തിലും ഇവന്റെ സന്തോഷത്തിലും ഇവന്റെ കൂടെ കിടക്കുന്ന ഒരു പ്രിയപ്പെട്ട ഭാര്യയുണ്ട് പടച്ചവര്. വമന സലഹ മിൻ ആബാഇഹിം വഅസ്വാജിഹിം. അല്ലാ, ഇവന്റെ ഭാര്യയ്ക്കും സ്വർഗം കൊടുക്കണേ അല്ലാ. പെങ്ങളെ, നീ തൗബ ചെയ്താൽ, ജീവിതത്തിൽ പറ്റിപ്പോയ ഒരു പിഴവ് പടച്ച റബ്ബിന്റെ മുന്നിൽ ഏറ്റു പറഞ്ഞാൽ നിനക്ക് സ്വർഗം കിട്ടാൻ, നിന്റെ മാതാപിതാക്കൾക്ക് സ്വർഗം കിട്ടാൻ, നിന്റെ പ്രിയപ്പെട്ട ഭർത്താവിന് സ്വർഗം കിട്ടാൻ. എന്നിട്ട് മലക്കുകൾ പറയുന്നു, നാഥാ, ഇവന്റെ രക്തത്തിൽ പിറന്ന ഇവന്റെ മക്കളുണ്ടല്ലോ, ആ മക്കൾക്കും നീ സ്വർഗം കൊടുക്കണേ അല്ലാ. ജീവിതത്തിൽ പറ്റിപ്പോയ ഒരു പാപം അല്ലാഹുവിന്റെ മുന്നിൽ ഏറ്റു പറയുമ്പോ അവനും അവന്റെ ഭാര്യയും അവന്റെ മക്കളും അവന്റെ മാതാപിതാക്കളും അവര് കുടുംബസമേതം സ്വർഗത്തിലേക്ക് എത്തിക്കണേ എന്ന് അല്ലാഹുവിന്റെ മലക്കുകൾ ദുആ ചെയ്യുമെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ, അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പറയുകയാ, ജീവിതത്തിൽ ചെയ്തു പോയ ഒരു പാപം അല്ലാഹുവിന്റെ മുന്നിൽ ഏറ്റുപറഞ്ഞ് തൗബ ചെയ്ത് നന്നായ നീയും നിന്റെ ഭാര്യ, നിന്റെ മക്കൾ, നിന്റെ ഉമ്മ, നിന്റെ വാപ്പ, നിങ്ങളെ കുടുംബസമേതം സ്വർഗത്തിൽ വിടണേ എന്ന് അല്ലാഹുവിന്റെ മലക്കുകൾ ദുആ ചെയ്യുമെന്ന് വിശുദ്ധ ഖുർആൻ. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ, അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ദുആ ചെയ്യണം. എപ്പോഴും നമ്മൾ ദുആ ചെയ്യണം. ചെയ്താൽ മലക്കുകൾക്ക് നമ്മുടെ ശബ്ദം പരിചയമാണ്. ഒരാൾ സംസാരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുമല്ലോ, ഇതാരാ ഫോൺ വിളിക്കണം, ഈ വിളിക്കണത് ആരാന്ന് മനസ്സിലാവുമല്ലോ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അല്ലാഹുവിൻ്റെ മലക്കുകൾക്ക് നിന്റെ ശബ്ദം കേട്ടാൽ അറിയണം.
അങ്ങനെ ഒരു ബന്ധം നീ ഉണ്ടാക്കണം. അതാരോടാ പറയണത്? പള്ളിയിലെ ഖത്തീബ് ഉസ്താദ് നിസ്കാരം കഴിഞ്ഞിട്ട് റബ്ബേ നീ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തണേ അല്ല, സ്വർഗം കൊടുക്കണേ അല്ല, സദ്യ ഉണ്ണാനിരിക്കണ പോലെ നമ്മൾ ഇരിക്കണ പള്ളിക്കകത്ത്. ആരാപ്പ ആമീൻ പറയണേ? ദുആ ചെയ്യണ ഉസ്താദിന് തന്നെ തോന്നും ഞാൻ എന്തിനാ അല്ല, ആർക്ക് വേണ്ടി അല്ല ചെയ്യണേ. നമ്മൾ ചിന്തിക്കേണ്ടത്, നമ്മളൊക്കെ ദുആ ചെയ്യുന്ന സമയത്ത് ഇരിക്കണ കോലം കണ്ടു കഴിഞ്ഞാൽ എന്താ പടച്ചോനിലെ ഗർഭിണി പെണ്ണുങ്ങൾ ഇരിക്കണ പോലെ ഭിത്തി ചാരിയിരിക്കും, തൂണി ചാരിയിരിക്കും. ചിലരൊക്കെ കൈവച്ചിരിക്കണത് ഇങ്ങനെ. എടാ പൊന്നാര ചങ്ങാതി, അള്ളാഹുടെ മുന്നിലല്ലേ ചോദിക്കാനിരിക്കണേ. നമ്മളൊക്കെ ചിന്തിക്കേണ്ടത്, നമ്മൾ ആവശ്യക്കാരാ. അള്ളാഹുവിനോട് ദുആ ചെയ്യുമ്പോൾ ആത്മാർത്ഥമായിട്ട് ചോദിക്കുക, അദബും മര്യാദയോടുകൂടി ചോദിക്കുക. എല്ലാവരും ചോദിക്കുമല്ലോ എന്താ ഉസ്താദെ നമ്മൾ ദുആ ചെയ്തിട്ട് സ്വീകരിക്കണില്ല.